ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെമ്മീൻ അച്ചാറിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. പെട്ടെന്ന് നമുക്ക് കുറച്ച് ചെമ്മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാൻ ചെമ്മീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം ഞാൻ കളയുന്നില്ല. വെള്ളം നമുക്ക് അച്ചാറിനകത്തേക്ക് ഒഴിക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്ന് ചെമ്മീൻ നല്ലവണ്ണം ഒട്ടും തന്നെ നനവില്ലാണ്ട് എടുത്ത് വെക്കണം. നമ്മൾ അച്ചാറിൽ പ്രത്യേകം സൂക്ഷിക്കേണ്ട നമ്മൾ എടുക്കുന്ന പാത്രങ്ങളും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ ഉണ്ടാവണം. സ്പൂണ് ഒന്നിലും നനവുണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉലുവയും കായവും കൂടി ഒന്ന് ചൂടാക്കി അതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ ഉലുവയുടെ പീസായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പീസുള്ളവർ ഇതുപോലെ ചെയ്താൽ മതി. ഒരല്പം എണ്ണയിലൊന്ന് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് എടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ അതിനകത്തേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചതിന് ശേഷം ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചെമ്മീനകത്തേക്ക് ഞാൻ അഡീഷണൽ വേറെ ഒന്നും എരിവുകളൊന്നും ചേർത്തിട്ടില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നല്ലവണ്ണം ചെമ്മീൻ മൂപ്പിച്ച് എടുത്ത് വയ്ക്കണം. അപ്പോൾ അത് ഇതുപോലെ കോരി ഒരു പാത്രത്തിലാക്കി എടുത്ത് വയ്ക്കുക. അപ്പം നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ആദ്യമേ നമുക്കിത് അച്ചാറിന് എടുത്ത് വെച്ചിരിക്കുന്നത് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ട പച്ചമുളകാണ്, ഉണ്ട കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ചമുളക്, ആവശ്യത്തിന് വെളുത്തുള്ളി, ഒരല്പം കടുക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്തേക്ക്. ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ വെളുത്തുള്ളി, കറിവേപ്പില, ഉണ്ടമുളക്. അപ്പോൾ കാന്താരി ഉള്ളവർക്ക് കാന്താരി ചേർത്ത് കൊടുക്കാം. കാന്താരി ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നല്ലവണ്ണം മൂത്ത് കിട്ടണം. അതുവരെ നമുക്ക് ഈ എണ്ണയിലിട്ട് നല്ലവണ്ണം ഇളക്കി, അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം നമ്മൾ ഓൾറെഡി ചെമ്മീൻ ഇതിനകത്ത് ഫ്രൈ ചെയ്തിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ ആവശ്യത്തിന് തന്നെ കറിവേപ്പില ഞാൻ ലാവിഷായിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടി ഇട്ടതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഗ്യാസിൽ നിന്ന് മാറ്റിയല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഭംഗി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന കായം പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ കായം പൊടിച്ചതും ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും ചേർത്ത് ചെമ്മീൻ വേവിച്ച വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ചാറൊക്കെ നമ്മളുടെ ഇണക്കത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ബാക്കി ഉള്ള ഫുള്ള് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മളുടെ ഒരു ചാറ് കുഴമ്പ് രീതിയിൽ ഇരിക്കുന്നതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. സെപ്പറേറ്റ് നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഞാനിവിടെ വിനീഗറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വിനീഗർ കൂടി ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ചൂട് പോയതിന് ശേഷം നല്ലൊരു ബൗളിനകത്താക്കി അടച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടാണ് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ വീണ്ടും വരുന്നത് വരെ. ടേക്ക് കെയർ ഓൾ. ബൈ.